പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിനോട് ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിക്കാത്തത് എന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. AICC പ്രസിഡന്റ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് എന്തിനെന്നും ഭാരത് ജോഡോ ന്യായയാത്രയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, കഴിഞ്ഞ ദിവസമാണ് AICC അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ CAA കുറിച്ച് ചോദിച്ചപ്പോൾ പഠിച്ചിട്ട് നാളെവെന്ന് പറയാമെന്ന് പറയുകയും KC വേണുഗോപാൽ അടക്കമുള്ളവർ തമാശയോടുകൂടി കാര്യത്തെ കാണുകയും ചെയ്തത്. രാജ്യത്തെ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നായി മാറുന്ന, രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വലിയൊരു വിഷയത്തിൽ AICC എടുത്ത നിലപാട് ഇതായിരുന്നു. CAA കുറിച്ച് ഒരു മറുപടി പറയാൻ കഴിയാത്ത കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ന്യായയാത്രയിലടക്കം വിഷയം ഉന്നയിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. മുഖ്യമന്ത്രി മറ്റെന്തൊക്കെ കാര്യങ്ങളാണെന്ന് AICCയോട് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചിരിക്കുന്നത്? സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചോദിച്ച, കേരളത്തിലെയും പ്രത്യേകിച്ച് ഇന്ത്യയിലെയും കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ച നിർണായകമായ ചില ചോദ്യങ്ങളുണ്ട്. അതിനുശേഷവും കോൺഗ്രസിൻ്റെ നേതൃത്വം അതിന് വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നും VD സതീശൻ മറ്റുള്ള ആരോപണങ്ങളിലേക്ക് പോയി. വ്യക്തമായ വസ്തുതാപരമായ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് പാർലമെൻറ്റിൽ ശശി തരൂരടക്കമുള്ള നേതാക്കൾ ഇത് വാദിച്ചിരുന്നു എന്നതടക്കമുള്ള വാദമുഖങ്ങളാണ് ഈ പറഞ്ഞ VD സതീശനൊപ്പം തന്നെ MM ഹസനും ഇന്ന് നിരത്തിയത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് ഈ UDF-നോടും പ്രത്യേകിച്ച് കോൺഗ്രസിനോടും ദേശീയ നേതാക്കളോട് അടക്കം ചോദിക്കുന്ന 8 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഉത്തരം തേടുന്നത്. ഒന്നാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. ഇതുവരെ ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് വിജ്ഞാപനം ഇറങ്ങിയ ശേഷം ദേശീയ നേതൃത്വം അവരുടെ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തത് എന്ത് എന്ന മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ AICC പ്രസിഡന്റ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് എന്തിനാണ് എന്ന ചോദ്യം. അതാണ് സിജു നേരത്തെ സൂചിപ്പിച്ചത്. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെയും ഇന്ത്യയിലെയും രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്ന ഒരു വിഷയത്തിൽ പഠിച്ചിട്ട് പറയാമെന്നതാണ് AICCയുടെ അധ്യക്ഷൻ പറയുന്നത്. കേരളത്തിലെ നേതാക്കൾ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയുന്നതെന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് തന്നെ നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാണ്. അടുത്ത ചോദ്യം, ഭാരത് ജോഡോ ന്യായയാത്രയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ്. ന്യായയാത്ര സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയതയും അഖണ്ഡതയും തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി ഉയർത്തിയാണല്ലോ ഈ ജാഥ നടത്തുന്നത്. അപ്പോൾ ഈ വിജ്ഞാപനം വന്ന ശേഷം ഈ ന്യായയാത്രയിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച പ്രതികരണം നടത്താത്തത്, അത് രാഷ്ട്രീയ വിഷയമായി ഉയർത്താത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭം ആളിപ്പടർന്ന 2019 ഡിസംബറിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു, അന്നത്തെ സമരത്തിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്ന ചോദ്യമാണ്. ബിൽ അവതരിപ്പിച്ചപ്പോഴും തൊട്ടു പിന്നാലെയും അദ്ദേഹം പാർലമെൻറ്റ് ഹാജരായി നിലപാട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അന്ന് ഈ പൗരത്വ നിയമത്തിൻ്റെ 1ാം ഘട്ടത്തിൽ വലിയ വിപുലമായ സമരം നടന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പങ്ക് എന്താണ് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി വിഷയത്തിൽ BJP സർക്കാരിനെതിരെ വിശാല ഐക്യം രൂപപ്പെടുത്താൻ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കക്ഷിയായ കോൺഗ്രസ് എന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല, അന്ന് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആ സമരത്തിന് ഒരു ദേശീയ സമരമായി മാറ്റുന്നതിന് മുൻപന്തി നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന ചോദ്യമുണ്ട്. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യോജിച്ച സമരങ്ങളിൽ നിന്നും കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറിയത് എന്തുകൊണ്ടാണ്? സമരത്തിൻ്റെ കരുത്ത് കുറയ്ക്കാൻ ആയിരുന്നില്ലേ കോൺഗ്രസിൻ്റെ നീക്കം? അത് ആരെ സഹായിക്കാനാണ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ചോദ്യം. യോജിച്ച സമരങ്ങളിൽ പങ്കെടുത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾക്കെതിരെ അച്ചടക്കത്തിൻ്റെ വാൾ ഓങ്ങിയത് ആരെ പ്രീതിപ്പെടുത്താനാണ്? അന്ന് ഈ ഇടതുപക്ഷമായി സഹകരിച്ച, പ്രത്യേകിച്ച് സമരവുമായി സഹകരിച്ച, പ്രാദേശികമായി പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പലയിടത്തും കേരളത്തിലെ KPCC നടപടിയെടുത്തിരുന്നു. അത് ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്? ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി ആ സമരത്തിൽ കൂടെ വന്നവരെ നടപടിയെടുത്തത് എന്തിനാണ് എന്ന ചോദ്യവും മുഖ്യമന്ത്രി ചോദിക്കുന്നു. ദില്ലി കലാപ സമയത്ത് ഇരകൾക്കൊപ്പം നിന്നത് ഇടതുപക്ഷമായിരുന്നില്ലേ എന്ന ചോദ്യം. സംഘപരിവാർ ക്രിമിനലുകൾ ന്യൂനപക്ഷങ്ങളെ നടത്തിയ ആ ഘട്ടത്തിൽ കോൺഗ്രസ് മൗനത്തിലായിരുന്നില്ല എന്ന നിർണായകമായ ചോദ്യം. NIA ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയത് കോൺഗ്രസും BJPയും ഒരുമിച്ചായിരുന്നില്ലേ? ന്യൂനപക്ഷ സമൂഹങ്ങളെ ലക്ഷ്യമിടുന്ന ഈ നിയമ ഭേദഗതിക്കെതിരെ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്ത് CPIM MP മാത്രമല്ല എന്ന ചോദ്യം ചോദിക്കുന്നു. സിജു, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഇപ്പോൾ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ NIA ബില്ലുമായി ബന്ധപ്പെട്ട് തനിക്ക് ആ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മയില്ല, പഠിച്ചിട്ട് പറയാമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഈ നിർണായകമായ ഈ ദേശത്തെ ബാധിക്കുന്ന, രാജ്യത്തെ വിഭജിക്കുന്ന BJPയുടെ വർഗീയ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ആ ഘട്ടങ്ങളിലെല്ലാം ഇവിടെയായിരുന്നു എന്ന ചോദ്യമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നടത്തുന്നുണ്ട്. തങ്ങളൊപ്പം ഉണ്ടായിരുന്നു, ദില്ലിയിൽ പ്രക്ഷോഭത്തിലുണ്ടായിരുന്നു, പാർലമെൻറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു എന്ന തൊടു ന്യായങ്ങളാണ് പറയുന്നത്. പക്ഷേ ഈ സമരത്തിൽ 2019 ഈ പൗരത്വ
നിയമം കൊണ്ടുവരുന്നപ്പോൾ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനമാണ് അക്കാര്യത്തിൽ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്നത്. രാജ്യത്ത് ഒരു സംസ്ഥാനമാണ് ഒന്നിച്ച് പ്രക്ഷോഭത്തിലേക്ക് വരുന്നത്. സുപ്രീം കോടതിയിൽ സ്യൂട്ട് സമർപ്പിക്കുന്നത് കേരളമാണ്. ഇത്തരം വിഷയങ്ങളിൽ ഈ കാര്യത്തിൽ രണ്ടാം ഘട്ടത്തിലും ആ വിജ്ഞാപനം വരുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആദ്യം പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് അസന്നിധമായി പ്രഖ്യാപിച്ചത് കേരളത്തിലാണ്. ഇത്തരം സുവ്യക്തമായ നടപടികളുമായി കേരളത്തിലെ LDFും സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ അന്നും ഇന്നും പ്രതികരിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്. ശരി, നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലടക്കം 7 ചോദ്യങ്ങൾ മുഖ്യമന്ത്രി AICC നേതൃത്വത്തോട് അടക്കം ചോദിച്ചിരിക്കുന്നു. നേരത്തെ നിർഭൻ പറഞ്ഞതുപോലെ ആന്റണി പത്തനംതിട്ടയിൽ പ്രസംഗിച്ചതുപോലെ പല കാര്യങ്ങളിലും ഓർക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്. അങ്ങനെ ഓർമ്മയില്ലായ്മയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അതുതന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. AICC നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ്, ന്യായയാത്രയിൽ CA വിഷയം ഉന്നയിക്കാത്തത് എന്ത് അടക്കമുള്ള വിഷയങ്ങളാണ്, ആ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് നിർഭൻ തിരുവനന്തപുരത്ത് നൽകിയത്.